ടെൻഷനിലാ? എന്തൊരു ടെൻഷൻ? കൗണ്ടിങ് ഇപ്പൊ കഴിയൂട്ടാ. തോറ്റാ അതിപ്പോ തോൽക്കണത് ആദ്യമൊന്നുമല്ലല്ലോ. ഈ ജോസ് തന്നെ തോൽപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മളെ മുമ്പ്. ജയിക്കാൻ എന്ത് കളിയും കളിക്കണ ആളാ ജോസ്. സ്കൂളിൽ വെച്ച് ഒരു കറവക്കാരി കഥ പറഞ്ഞ തല്ല് കൂടിയതെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നും അത് തന്നെ പറഞ്ഞു അല്ലേ സ്റ്റേജിൽ കയറുമ്പോ. ഇന്ന് പക്ഷെ അതിൽ വീഴാൻ പാടില്ലായിരുന്നു. എനിക്ക് നിന്നെ അവനെ ഒരുമിച്ച് കാണുമ്പോ കംപ്ലീറ്റ് ഗ്യാസാ പോവും. എന്താ അറിയില്ല. നിനക്ക് വല്ല പ്രാന്തമുണ്ടടാ. കുട്ടിക്കാലത്തെ ഓരോ മറക്കണ്ട കാലം എന്നേ കഴിഞ്ഞു. പ്രേമത്തിന്റെ ആവേശമൊക്കെ കല്യാണം കഴിയണവരെ തന്നെ ഉള്ളൂ. പിന്നെല്ലാം ഒരു തരം അഭിനയമല്ലേ. അഭിനയിച്ച് ആളെ പറ്റിച്ച് പരസ്പരം പറ്റിച്ച് അങ്ങനെ. നിന്റെ ജോസ് ജയിച്ചടി. കാളാ പ്രാഞ്ചി. ഇതിപ്പോ എന്തത്? അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനോ? ഇനി കുറച്ചു കാലത്തേക്ക് ആ നശിച്ച ക്ലബിലേക്ക് പോണ്ടാട്ടാ. നാളെ ഒരു സൗജന്യ അരി വിതരണം നടത്തുന്നുണ്ട്. ഇത്രേ താൻ നാളെ ചെന്നിട്ട് അത് മേടിക്കടോ. ഓസിന് കിട്ടണല്ലേ. എന്നിട്ട് കൊണ്ടുപോയി പുഴുങ്ങി തിന്നെ. സുബ്ര, വണ്ടി ബാഹുലേന്റെ ഹോട്ടലിലേക്ക് പോട്ടെ. അതാ നല്ലത്. ഇനി കുറച്ചു ദിവസത്തേക്ക് ഒരു മുറി എടുത്ത് അവിടെ ഒളിച്ചിരിക്കാം. എന്താണ്ടാ യൂസഫേ നിന്റെ ഒരു അഭിപ്രായത്തില് നമ്മള് പൊട്ടാൻ കാരണം? അതിപ്പോ ജോസ് ഡോക്ടറെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ചും നല്ല അഭിപ്രായം ഉള്ളത് ഒരു ഇമേജ് എന്നൊക്കെ പറയില്ലേ. കൂടാതെ നമുക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങിയവരെ കുറിച്ച് അത്ര നല്ല പേരല്ല ഉള്ളത്. രണ്ടും നെഗറ്റീവായിരുന്നേ. അത് നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നല്ലോ. ഞാൻ പറയണെങ്കില് നീ ഒന്നും പറയണ്ട. അവൻ പറയട്ടോ, നീ പറയടാ. പ്രാഞ്ചേട്ടന്റെ പ്രസംഗവും ആ വേഷവും അത് രണ്ടും കുഴപ്പമായി. പ്രാഞ്ചേട്ടൻ ഒരു മുണ്ടും ഷർട്ടൊക്കെ കൊടുത്തു വന്നിട്ട് നമ്മുടെ ലൈനിൽ ഒരു പെട പിടിച്ചെടുത്തെങ്കിൽ വോട്ട് ഇങ്ങോട്ട് പോന്നേനെ. അതില് കാര്യണ്ട് മെന്നെ. അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള പ്രാഞ്ചേട്ടനെ നാട്ടുകാർക്ക് ഇഷ്ടം. മതിയടാ മതി. ഒരു ചീഫ് ഇലക്ഷൻ ഏജന്റിന്റെ പ്രയാസം നിനക്കറിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഈ പ്രസിഡന്റ് പണി എന്നൊക്കെ പറഞ്ഞ അതിനവൻ തന്നെയാണോ നല്ലത് ജോസ്. എന്നിട്ടാ ഒന്നുമില്ല. തോറ്റോന്റെ വേദന തോറ്റോനെ അറിയൂ പുണ്യാളാ. പിന്നെ ഞാൻ ക്ലബിലേക്കൊന്നും പോവാറില്ല. മട കച്ചവടം കാര്യങ്ങളും ഇട്ട് അങ്ങോട്ട് കൂടി. തൃശൂരിന് തിലകക്കുറിയായി സ്വർണ്ണത്തിലക്കത്തിന്റെ ആത്മഹർഷമേറും രോമാഞ്ചമായി കുടമാറ്റത്തിന്റെ കുളിർച്ചൂടി ചെറമ്മൽ ഗോൾഡ്. ഗോൾഡ് ഈസ് ബോൾഡ്, ബോൾഡ് ഈസ് ഗോൾഡ്. ഓക്കെ സന്തോഷ്. ഫ്രാൻസിസ് സാറ് വെൽഡൺ. എന്തുട്ട് വെൽഡിങ്? ഇത് വേണ്ടട്ടാ. എന്റെ അഭിപ്രായത്തിൽ സംഗതി കളിക്കിട്ടോ. ഇത്ര ഗ്ലാമറും ടൈമിംഗ് ഒക്കെ ഉള്ള ഏത് മോഡലിൽ കിട്ടാന്ന് ഞാൻ ഡബിൾ ഓക്കെ ആട്ടോ. ഓക്കെ എനിക്ക് ഓക്കെ അല്ല. നീ ഇതൊന്നും കൂടെ എടുത്തേ. പറയാനുള്ള ഡയലോഗ് ഞാൻ പറയാം. ഓക്കെ കമോൺ കമോൺ ഗെറ്റ് റെഡി. പ്രാഞ്ചേട്ടൻ മുടിയിട്ടുണ്ട്. ഒന്ന് പോയടാ. ഞാൻ ഡയലോഗ് ആലോചിക്കട്ടെ. ചിന്തിക്കട്ടെ ചിന്തിക്കട്ടെ. വേണ്ടേ? അയാളുടെ സ്വർണ്ണക്കട അയാളുടെ പരസ്യം നമുക്ക് എന്താ. മ്യൂസിക്. കൊടക്കട കാശിന് കിട്ടണ പൊന്നു മുതല. അത് ഞാൻ ഗ്യാരണ്ടി. കടയുടെ പേര് കളഞ്ഞിട്ട് ഒരു കേസും ഇല്ല ചെറമ്പൽ ഗോൾഡിന്. സ്വർണ്ണ സത്യ സ്വർണ്ണ. ചെറമ്പൽ ഗോൾഡ്, ചെറമ്പൽ സെന്റർ, പടിഞ്ഞാറക്കോട്ട റോഡ്, തൃശൂർ. പ്രൊപ്പറേറ്റർ സി ഫ്രാൻസിസ്. കട്ട്. ഈ കടമുതലാളിമാര് തന്നെ പരസ്യത്തിൽ നിന്നാ ഇതിന്റെ പേരിൽ ക്യാഷ് അടിക്കുന്ന സിനിമാ നടന്മാര് നടികൾ എന്ത് ചെയ്യും? ഐറ്റിങ്ങൾ വന്ന് കൊടുക്കണ കാശിന് വയറ് നിറച്ച് പറയും. പക്ഷെ അതിലൊരു ആത്മാർത്ഥ ഉണ്ടാവില്ല എന്നെ. കാരണം കാശും കടയും ഇവിടെ അല്ലേ. എന്താ എല്ലാരും ഉണ്ടല്ലോ. തൃശൂർ കോർപ്പറേഷൻ മുഴുവൻ എന്താ പരിപാടി? പറയാനുണ്ട്. ഇവരിവിടെ ഇരിക്കട്ടെ. നടക്ക്. ഇവൻ ഇടവേളയ്ക്ക് ശേഷം പൊക്കം വെച്ചിട്ടില്ല. വെറുതെ അല്ല പ്രഭാകരൻ്റെ കൂടെ പറഞ്ഞ ഇയാൾക്ക് വിവരമില്ലാന്ന്. ഈ ക്ലബ് ഇലക്ഷന്റെ ക്ഷീണം നമുക്കൊന്ന് തീർക്കണ്ടേ? ആഫീസിൽ പോയി കണക്ക് നോക്കിയാൽ അറിയാം ക്ഷീണത്തിന്റെ ഒരു നിലവാരം. പോയത് പോട്ടറോ എന്നെ വെല്ലോന്റെ കയ്യിലെ കാശ് പോകുമ്പോ സകല തെണ്ടിയോളും ഫ്രീ ആയിട്ട് കൊടുക്കണ ഉപദേശം അത്. താനത് എന്നോട് പറയണ്ടട്ടാ. ഞാൻ കാശിന്റെ കാര്യമല്ല പറഞ്ഞത്. നമ്മുടെ പേരിനുണ്ടായ ഡാമേജ് അത് നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? ഉള്ള പേരുടെ കളയാനാ? നിനക്ക് ആകെയുള്ള പേര് അരിപ്രാഞ്ചിന്നല്ലേ? ഡോ നമ്മുടെ ചേക്കുട്ടിക്ക് എന്നിട്ട് ഗഫൂർ ചേക്കുട്ടി ഓസ്കാർ അയാൾക്ക് തൃശൂർ നഗരസഭ ഒരു സ്വീകരണം കൊടുക്കണു.
കൊടുക്കട്ടെ, അതിനിപ്പോ നമുക്കെന്താ? അത് ചെറമ്മൽ ഗ്രൂപ്പാണ് സ്പോൺസർ ചെയ്യുന്നത് എന്ന് തന്നോട് ആര് പറഞ്ഞു? എന്ന് താൻ എന്നോട് പറയണം. അത് കേൾക്കാനാ പുറത്ത് കോർപ്പറേഷൻ കൗൺസിലർമാരും മറ്റുള്ളവരും ഇരിക്കുന്നത്. ഡൊമെന്നെ നമ്മടെ കാശിന് പറ്റുകൾക്കൊക്കെ നല്ല വിലയുണ്ട്, നമുക്ക് മാത്രം ഒരു വിലയില്ല. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കാശ് കൊടുത്തിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പരിപാടി ഞാൻ നിർത്തി. നിക്ക് ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ടായിരിക്കണേ. ചെറമ്മൽ ചേക്കുട്ടി ഈവനിങ് എന്നായിരിക്കും പ്രോഗ്രാമിന്റെ പേര്. ചെറമൽ ചേക്കുട്ടിയോ? അവൻ എങ്ങനെയാടോ ചെറമലത്തെ അവനെ? ഡാ പൊട്ട, അത് പ്രോഗ്രാമിന്റെ പേരാ. ഐഡിയ സ്റ്റാർ സിംഗർ എന്നൊക്കെ പറയുന്നത് പോലെ. സ്റ്റേജിൽ ഒരു MP, ഒരു മന്ത്രി, ഒരു MLA, പിന്നെ താൻ. ആ ഇവരായിരിക്കും മുന്നിലത്തെ കസേരകളിൽ ഇരിക്കുക. ചേക്കുട്ടിക്ക് ഉപഹാരം കൊടുക്കുന്നത് പ്രാഞ്ചി. എന്താ, അതിന്റെ പടമായിരിക്കും പിറ്റേന്നത്തെ മെയിൻ പത്രങ്ങളുടെ 1-ാം പേജിൽ. തൃശ്ശൂർ എഡിഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മേന്നെ കണകുണാന്ന് പറയരുത്. പിന്നെ മന്ത്രി പ്രഭാകരനാണ് സംഘാടക സമിതി ചെയർമാൻ. പ്രഭാകരൻ പ്രസംഗത്തിൽ ചെറമ്മൽ ഫ്രാൻസിസിനെ കുറിച്ചൊരു 4 വരി പെട്ടക്കും. എന്താ, ഇത്രയും പോരെ? താനേ എനിക്ക് മനസ്സിലായി. റാഫേലെ, ഇന്നത്തെ ലോഡ് കയറിയാ? 9 മണിക്ക് ലോഡ് കയറി. അവിടെ എത്തിട്ട് വിളി വന്നു. മാർക്കറ്റ് ടള്ളാട്ടോ. അത് ശരിയാവും, ഇന്നലെ ലോറി സമരം തീർന്നിട്ടല്ലേ ഉള്ളൂ. ഓ, അന്തിക്കാട്ടുന്ന രാമകൃഷ്ണൻ പിള്ളിയോട് വിളിയാ. കൊടുക്കണ്ട, അത് ഞാൻ പറഞ്ഞോളാം. മേനോൻ രാവിലെ ഒരു കേസും കൊണ്ട് വന്നു. നമ്മുടെ ചേക്കുട്ടിയുടെ സ്വീകരണല്ലേ? നിനക്ക് തലക്ക് വല്ല പ്രാന്തണ്ട പ്രാഞ്ചേ? ആ മേനോ വല്ലതും പറഞ്ഞ കേട്ട് വെറുതെ തുള്ളാൻ നിക്കണ്ടാ. പോർണോ അപ്പൊ അതേ തന്നാ പോവായിരുന്നു. ഇതിന്റെ വല്ല കാര്യണ്ടാ? ഏതേലും ഒരു കടയുടെ ക്യാഷിൽ ഇരിക്കി, എന്നിട്ട് മാസം എന്താ വെച്ചാ എണ്ണി എടുത്തോന്ന് ഞാൻ പറഞ്ഞല്ലേ. അതൊന്നും ശരിയാവില്ലടാ. ഈ ജമ്മ എരന്നങ്ങടെ അവസാനിക്കട്ടെ. പക്ഷെ ഉതുപ്പേട്ടൻ നാട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടില്ലാട്ടാ, നിന്റെ മുമ്പിൽ മാത്രം. ഇനി നിനക്കൊരു ബുദ്ധിമുട്ട് തോന്നിയ അന്ന് ഉതുപ്പേട്ട ഒരു സഡൻ ബ്രേക്ക് ഇടും. എരക്കലിനല്ല, ഉതുപ്പേട്ടന്റെ ലൈഫിന്. ഒന്ന് വന്നേടാ. ക്ലബ് ഇലക്ഷൻ എന്ന് പറഞ്ഞ എത്രണ്ടാ പൊട്ടിച്ചേ? കണക്ക് നോക്കണം. എല്ലാത്തിനും ഒരു കണക്കുണ്ടാവണട്ടാ. വീട്ടില് പെണ്ണൊരുത്തി ഇല്ലാത്തതിന്റെ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കാം ഇങ്ങനത്തെ തൂർത്തിന്. ഇതുകൊണ്ടൊക്കെയാ കാരണന്മാര് നേരത്തെ കാലത്തെ പെണ്ണ് കെട്ടിച്ച് പൂട്ടണേ. അത് ചിറമലയാരുടെ ജാതകത്തിൽ പറഞ്ഞിട്ടില്ലല്ലേ? എല്ലാവരും ലേറ്റ് മാരേജാ. പ്രാഞ്ചേട്ടൻ അപ്പം കിട്ടിയതേ 45 വയസ്സിലാ. മേരിച്ചെടുത്തേ ആ കാര്യമായിട്ട് സ്കൂളിൽ ആന്റണി മാഷം കിട്ടുന്ന അകത്തുണ്ട്. അതും എന്തോ പെരുവാട്ടാ. അപ്പൊ മാഷ് ഇക്കൊല്ലം റിട്ടയർ ആവും. ഞാൻ നമ്മളെ കാര്യായിട്ടൊരു സ്കൂളിൽ വരുമ്പോ നീ 10ലാ. ഇറങ്ങി പോണ ഈ വർഷം പല പല പദ്ധതികളാണോ മനസ്സിലുള്ളത്. അതിലേറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള വിഷയ നമ്മളെ കുട്ടികളുടെ മെഡിക്കൽ ഇൻഷുറൻസ്. ഇക്കൊല്ലം കുട്ടികളുടെ എല്ലാ ചികിത്സ ചെലവും സ്കൂൾ അങ്ങോട്ട് നടത്തും. ആ കാര്യത്തിൽ ഇനി രക്ഷിതാക്കൾക്ക് ഒരാശങ്ക വേണ്ട. ആ മേരിച്ചെടുത്തിനൊന്ന് വരാൻ പറഞ്ഞേ. പോളിസി തുക എത്രയാന്ന് പറഞ്ഞാ ഞാൻ അടച്ചോളാന്നേ. നീ എന്റെ കൂടെ ഒന്ന് വരണം. ആ ഇൻഷുറൻസ് കമ്പനിയിലെ മാനേജരായിട്ട് നീ ഒന്ന് സംസാരിക്കണം. എന്തിനാ? അവനെ ഇങ്ങോട്ട് വരുത്താലോ. ചേർത്തേ, ആ മെഡിക്കൽ ഫണ്ടിൽ നിന്ന് ഒരു കുറച്ച് എമൗണ്ട് മാറ്റി വെക്കണം. സ്കൂളിലെ കുട്ടികളുടെ ഒരു ഇൻഷുറൻസിന്റെ കാര്യം. ആ വകയില് ഈ വർഷം ഇനി ഫണ്ടൊന്നും ഇല്ല. 4 ആൾക്ക് ഹാർട്ട് ഓപ്പറേഷൻ നടത്തിയില്ലേ, കൈസഹായിട്ട് ഒരു തുക വേറെയും. കൊഴപ്പില്ലെന്നേ, ചെറിയ കിടാങ്ങളുടെ കാര്യത്തിനല്ലേ. എല്ലാം കൂടി നിന്റെ തലയിലേക്ക് അങ്ങോട്ട് കെട്ടിവെക്കാനല്ല ഞാൻ വന്നേ. നീയും കൂടി ഒന്നും ഇറങ്ങിയാ നമുക്ക് ആവശ്യമുള്ള തുക പിരിച്ചെടുക്കാം. അത് നഷ്ടം. പക്ഷേ നമ്മൾ ഇറങ്ങിയ ക്യാഷ് കിട്ടും. പക്ഷെ അവിടെ നിങ്ങടെ വിളി വരുമ്പോ അത് നമ്മൾ തിരിച്ചു കെട്ടണം. അതിലില്ലാമ നമ്മൾ തന്നെ ഇറക്കണ. ശരി ശരി. ഗസ്റ്റ് ഹൗസ് മിനിസ്റ്റർ PA മുരുകേശൻ അങ്ങോട്ട് വരാന്ന് പറ. അതെ, ഇൻഷുറൻസുകാരെ ഇങ്ങോട്ട് വരുത്താം. മിനിസ്റ്റർ ആവുമ്പോ നമ്മൾ അങ്ങോട്ട് പോണം. റിയൽ എസ്റ്റേറ്റ് മേഖലയില് ചില നിയന്ത്രണങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാ. പക്ഷെ അതിന് മുമ്പത്തെ ഭൂമിയില് കുറെ പേര് കാശടിച്ചു. തൃശ്ശൂര് ഭാഗത്ത് വലിയ കോള് കിട്ടിയത് ഫ്രാൻസിസിനാ, അറിയാട്ടാ. കൈ കൊള്ളണ്ട ഊരി, അത്ര തന്നെ ഉള്ളൂ. ഏയ്, ഒരു 5-8 C അതുറപ്പാ. അല്ല, ഇപ്പൊ എന്തൂറിന് പുതിയ വെഞ്ചർ ചെറമൽ കൺസ്ട്രക്ഷൻസിന് ഫ്ലാറ്റോ ഷോപ്പിംഗ് മാളോ? ഫ്ലാറ്റാ ആയിക്കോട്ടെ. നിങ്ങൾ ബിസിനസ്സുകാരെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിട്ടില്ല. ഞങ്ങൾ വികസന വിരോധികളല്ല. സഹകരണം എന്ന വാക്ക് മറ്റു പലരെക്കാളും ഞങ്ങൾ ഉച്ചത്തിൽ പറയും.
ചെറിയൊരു ഭേദഗതിയോടെ. പരസ്പര സഹകരണം അത് ഇരുകൂട്ടർക്ക് നല്ലതാ. അതെ മന്ത്രിയെ, ചേക്കുട്ടി പരിപാടിക്ക് കാശ് എത്ര വേണമെങ്കിലും ഫ്രാൻസിസ് ഇറക്കും. പക്ഷെ 10 പേരെ അറിയിക്കണം. അത്രക്കേ ഞങ്ങൾക്ക് ഡിമാൻഡ് ഉള്ളൂ. അത് വേണം. അതല്ലേ മേന്നെ ഞാൻ പറഞ്ഞത് പരസ്പര സഹകരണം എന്ന്. വണ്ടി വരാറേട്ടോ, എല്ലാരും റെഡി ആയിക്കോ, വേഗം റെഡി ആയിക്കോ. അതെ, അതിന് പണിയുണ്ട്. സ്റ്റേജിൽ കയറാൻ പറ്റില്ലേ? കാശ് ഞാൻ തിരിച്ചു വഴിക്കൂട്ടാ. മൂത്രപ്പരയുടെ അടുത്തുകൂടെ വഴിയുണ്ടെന്ന്. അത് നടക്ക്. നീ ഇങ്ങനെ മണവാട്ടിമാരുടെ കാര്യം നാണിച്ച് നിൽക്കണ്ട, എന്റെ കൂടെ ഇട്ട് വന്നേ. നീ എന്താ ഇവിടെ ഭരതനാട്യം നടത്താൻ പോവാ? കൊല്ലത്തെ ഫസ്റ്റ് സ്റ്റേജിലിടോ. അവിടെ ഇരിക്കവിടെ ഇരിക്കേ. ഞാൻ വിചാരിച്ചത്ര സൈസ് ഇല്ലട്ടാ. ആളൊരു കപ്പലിന്റെ മിട്ടയുടെ അത്ര ഉള്ളൂ. എന്നിട്ട് എവിടെയാ എത്തിയേ? ഇതാ പറയണ പൊക്കത്തിനും വലിപ്പത്തിലൊന്നും ഒരു കാര്യമില്ലെന്നേ. കോർപ്പറേഷൻകാരുടെ ഒരു സിമ്പിൾ പരിപാടിയായിട്ട് നമ്മള് ഇതിന്റെ സന്തോഷം. ഇവിടുന്ന് ഞാൻ എങ്ങരുതട്ടാ. ഇത് കഴിഞ്ഞ പിന്നെ നേരെ കോഴിക്കോട്ടേക്ക് കഴിഞ്ഞിട്ട് കാസർഗോഡ്. ജോസിനൊക്കെ സീറ്റ് പിന്നിലാട്ടാ. താനും വേണമെങ്കിൽ പോയി പിന്നിലിരുന്നോ. തിരക്കുള്ള കാര്യം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂർ കൊണ്ട് സംഭവം ചെയ്തു. സഹിക്കേണ്ടി വരും. ചെർമൽ ഗ്രൂപ്പ് എന്നെഴുതി തീരെ ചെറുതായി പോയിട്ടോ. ഗുരുമാധവൻ തമ്പി പത്മശ്രീ പ്രോട്ടോകോൾ അനുസരിച്ച് മുമ്പിലിരുത്തണം. മെയിൻ സ്പോൺസറല്ലേ പ്രാഞ്ചേട്ടാ പ്ലീസ്. പത്മശ്രീ കേരളത്തിന്റെ ശബ്ദം ലോകത്തിന്റെ മുന്നിൽ ഉച്ചത്തിൽ കേൾപ്പിച്ച ഈ മഹത് വ്യക്തി നഗരസഭയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് ഞാൻ നടക്കുക. അപ്പഴേക്ക് എവിടുന്ന് കൊണ്ടുവന്നോ ഒരു പത്മശ്രീകാരനെ? സംഭവം ഒരു വെയിറ്റുള്ള സാധനട്ടാ. ശവടക്കിന് പോലീസ് ആകാശത്തേക്ക് വെടിവെക്കും പത്മശ്രീ കിട്ടിയ. അതെന്തിനാടോ? ചത്തോന്ന് ഉറപ്പിക്കാനാ വെടിവെച്ച് നോക്കണത്? എന്ത് തേങ്ങയാടോ ഈ പത്മശ്രീ? ആ കിളവിന് എന്തിനാ കിട്ടിയത്? ഡാൻസിനോ കാക്കാരിശിക്കോ? വെറുതെ എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്കുന്ന സാധനം ഇത്. അതെ, പിടിപാടുണ്ടെങ്കിൽ ഇത് എങ്ങോട്ട് നോക്ക്. കാശെറിഞ്ഞാ മേടിക്കാൻ പറ്റണതാണ് ഈ സകല പാടും. എന്തറിയേണ്ടി വരും? എന്തോട്ടിന് പത്മശ്രീക്കാ പ്രാഞ്ചിയെ? നീ വെറുതെ ഈ മേനോന്റെ ഓരോ ബടായി കേട്ടിട്ട് ഇത് കാശ് കൊടുത്ത് മേടിക്കാൻ വല്ല ചക്കയോ വാങ്ങിയിട്ടിയാ? കാശ് കൊടുത്ത് മേടിച്ച കഥയൊക്കെ ഉണ്ട്. 2 ആളെ എനിക്കറിയാം. മേടിച്ചോ? വർത്താനം നിർത്തിയേ. എന്ത് ചെലവാന്ന് പറ. ക്യാഷിന് ഇട്ടാ ഞാൻ മേടിക്കും. പത്മശ്രീ ശ്രീ പ്രാഞ്ചേട്ടൻ. ആരന്റെ ബാഹുല ഇതിന്റെ ഒരാള് പിടിക്കുകയാണെങ്കിൽ ഇവിടെ സുരേഷ് ബാബുവിനെ പിടിക്കണം. എന്താ പാട്ടാ? കാര്യവും പ്രതിപക്ഷത്താണെങ്കിലും ഇമ്മാരി ഓപ്പറേഷൻ അവൻ ബെസ്റ്റാ. കാശ് കിട്ടിയ മണലോണ്ട് അവൻ കയറിയിരിക്കും. ഞാൻ ഇനിയൊരു സത്യം പറയാം.
കയ്യില് കാശും തൃശൂക്കാരന്റെ ബുദ്ധിയും കിട്ടിയ ലോകത്തിലെ ആരെയും പാഞ്ചി നിനക്ക് മനസ്സിലായ